ടിക്കറ്റ് ഫിനാലെ സ്കോർ ബോർഡിന്റെ അപ്ഡേറ്റുകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ബോണസ് ടാസ്കുകളും പിന്നെ ലാലേട്ടന്റെ ടാസ്കും അതുപോലെ ഇന്നത്തെ ഗോൾഡൻ റാബിറ്റ് ടാസ്കും കഴിഞ്ഞതിന് ശേഷമുള്ള അപ്ഡേറ്റ് ആണ് ഇത്. ഇനിയും ടാസ്കുകൾ ബാക്കിയുണ്ട്. ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഈ സ്കോർ നില എങ്ങനെ വേണമെങ്കിലും മാറി മറിയാം. ഇന്നത്തെ ഈ ഒരു ഒറ്റ ടാസ്കിൽ അഭിഷേക് നേടിയെടുത്ത 3 പോയിന്റുകളാണ് ഇത് ഈ സ്കോർ ബോർഡിൽ കാണിക്കുന്നത്. അല്ലാതെ ബോണസിൽ തകർത്ത് കളിച്ചതിന്റെയോ വേറുള്ളവരെ പോലെ പരിഗണന കിട്ടിയതിന്റെ ഒന്നും ബലത്തിലല്ല. പുള്ളി കഷ്ടപ്പെട്ട് ഇന്നത്തെ ടാസ്കിൽ കളിച്ച് നേടിയതാണ് ഈ 3 പോയിന്റുകളും. അപ്പൊ അഭിഷേക് 3 പോയിന്റുകൾ നേടി മുന്നിൽ തന്നെ ഉണ്ട് സ്കോർ ബോർഡിൽ. തൊട്ട് പിന്നില് സായി, നമ്മുടെ രേവതി ചേച്ചി പറഞ്ഞത് വെച്ചിട്ടാണെങ്കിൽ സായിക്ക് ഈ ഒരു ഗോൾഡൻ റാബിറ്റ് ജയിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളി അഭിഷേകിന് വിട്ടുകൊടുത്തതാണെന്നാണ് നമ്മുടെ റിവ്യൂവർ ചേച്ചി പറഞ്ഞത്. സായി അങ്ങനെ ഒരു മണ്ടത്തരം കാണിച്ചു എന്നുണ്ടെങ്കിൽ അതൊരു വലിയ മണ്ടത്തരമായി പോയി എന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പോ സായി 2 പോയിന്റുകൾ, ജാസ്മിൻ 1 പോയിന്റാണ്. മറ്റേ കള്ളത്തരം കാണിച്ചിട്ട് എഡിറ്റർ ആ ഒരു വീഡിയോ ക്ലിപ്പ് മുക്കിയ ടാസ്ക് ഉണ്ടല്ലോ, ലാലേട്ടൻ ഡിസൈൻ ചെയ്ത ടാസ്ക് ആണെന്നാണ് ലാലേട്ടൻ പറഞ്ഞത്. അതിൽ നിന്നും ജാസ്മിൻ നേടിയെടുത്ത ബോണസ് പോയിന്റ് ആണ് അത്. 1 പോയിന്റാണ് ജാസ്മിനുള്ളത്. ഋഷിക്കും 1 പോയിന്റാണ്. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ബോണസ് ടാസ്കുകളും കളിച്ച് 3 പേരെയും സംസാരിച്ച് തോപ്പിച്ച് ഋഷി നേടിയെടുത്ത 1 പോയിന്റാണ് അത്. അപ്പോൾ ഇതായിരുന്നു സ്കോർ നില. ഇത് ജിൻഡോ ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ ലൈവിൻ്റെ അകത്ത്. പുള്ളിയുടെ നിൽപ്പ് കണ്ടിട്ട് ഇങ്ങനെ സങ്കടം വന്നു. സാരമില്ല മല്ലയ്യ, ജിൻഡോയ്ക്ക് സ്കോർ ചെയ്യാൻ ഭാഗത്തിനുള്ള എൻഡ്യൂറൻസ് ടാസ്ക് ഒക്കെ വഴിയെ വരുന്നതേ ഉള്ളൂ. ഇങ്ങനെ സ്കോർ ബോർഡിൽ വേറെ ആർക്കും പോയിന്റ് ഇല്ല കേട്ടോ ആസ് ഓഫ് നൗ. അടുത്ത ടാസ്ക് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സ്കോർ ബോർഡ് നില അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും